എടാ രഘു, ആ അമ്മണി വീട്ടിലോട്ട് പോവുകയാണോ നോക്ക്. നേരെ പോവുകയാണ്. ഓഹോ, അവളെന്നെ കളിപ്പിക്കുകയാണ്. ശരി, ഇന്നാകട്ടെ. ബാബു, നീ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. എന്തമ്മ? അമ്മണി ഇവിടെ വന്നിരുന്നു. എനിക്ക് ആ പെണ്ണിനെ കുറിച്ച് ഒന്നും കേൾക്കണ്ട. കള്ളക്കൂട്ടങ്ങൾ. അധിപ്രസംഗം പറയുന്നു. കാള പറ്റെന്ന് കേട്ടാൽ കയറെടുക്കുന്ന നീയാണ് വലിയ യോഗ്യൻ. അമ്മ എന്തറിഞ്ഞാണ് പറയുന്നത്? ഞാൻ കണ്ടതല്ലേ. നീ എന്തോന്ന് കണ്ടു? ആ പാച്ചുകുറുപ്പ് രാത്രിയിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടു. പോരായിരിക്കും. മതി മതി. ആ കുറുപ്പ് എന്തിനവിടെ ചെന്നെന്ന് നീ അന്വേഷിച്ചോ? പോലീസ് സ്റ്റേഷനാണോ? യെസ്. ആരെ? ഇൻസ്പെക്ടർ. ഇവിടെ ഭയങ്കര ബഹളം നടക്കുകയാണ്. എന്താ ബഹളമോ? എവിടെ? ചന്തയ്ക്ക് സമീപം. ചന്തയ്ക്ക് സമീപമോ? അതെ. ഇപ്പോൾ വരാം. വേറെ ഇവിടെ ആരുണ്ട്? 122. ആ ബാബുവിനെ പോയി വിളിച്ചോണ്ടിരാൻ പറയും. ഞാൻ എന്തൊരു അപരാധമാണ് ചെയ്തത്. ഇപ്പോൾ തന്നെ ചെന്ന് അമ്മിണിയെ കാണാം. രാത്രിയായില്ലേ, ഇനി രാവിലെ പോകാം. അല്ലമ്മ, അമ്മിണിയെ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല. ഞാൻ പോയിട്ട് വരാം. യജമാൻ വിളിക്കുന്നു. എന്നെയോ? ഇപ്പൊ അവിടുന്ന് വന്നതല്ലേ ഉള്ളൂ. എന്തിന്? അറിഞ്ഞുകൂടാ. ഇതാ വരുന്നു. റോഡിലിറങ്ങട്ടെ, അത് തന്നെ സൗകര്യം. മെയിൻ റോഡ് വിട്ട് വല്ല ഊടുവഴിയിൽ വരുമ്പോഴേ നമുക്ക് അടിക്കാവും. പക്ഷെ ഇത്തവണ ഞാൻ തന്നെ അടിക്കും. അത് സത്യം. നിന്നൊന്നും എനിക്ക് വിശ്വാസമില്ലടേ. അതാ വരുന്നു. പോയില്ലടാ. ചന്തയ്ക്ക് സമീപം വലിയ ബഹളമാണോ? വരൂ. നാക്കപ്പ, ഈ പെനകത്ത് നീ തന്നെ വെച്ചോടെ. പതുക്കെ പതുക്കെ. വാ വാ. അങ്ങോട്ട് തന്നെ പോയിരിക്കുന്നേ. ഏതായാലും ഇവിടെ തന്നെ ഇരിക്കാം. വരട്ടെ. നിനക്കറിഞ്ഞുകൂടല്ലേ? എന്തിനാണ്? അന്ന് പണത്തിനാണ്. പണം ആര് ചോദിച്ചു? നീ കുറെ ദിവസമായി എന്നെ കളിപ്പിക്കുന്നു. ഇന്ന് രണ്ടിലൊന്നറിയാം. എന്നെ ഭയപ്പെടുന്നത് എന്തിന്? ഞാൻ കുലി വെച്ചുണ്ടായ മറ്റോ? അതായിരുന്നെങ്കിൽ എപ്പോഴാ തിരിച്ചറിഞ്ഞില്ല. നിങ്ങൾ ദയവ് ചെയ്ത് പോണം. എന്നെ അത്രക്കാരിയെ കരുതണ്ട. ഞാൻ പോകണം, എന്നാൽ നിന്നെയും കൊണ്ടേ പോകുന്നു. എന്നെ ജീവനോടെ ആ മോഹം ദൂരെ കളയണം. നിങ്ങളോട് പോയില്ലെങ്കിൽ ഞാൻ ചേട്ടനെ വിളിക്കും. അത് തന്നെയാണ് ഞാനും ഭാവിച്ചത്. വേഗം വിളിക്കും. എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് അർദ്ധരാത്രിക്ക് ഞാൻ ഇവിടെ വരണമെന്ന് നീ എന്നെ ക്ഷണിച്ചതല്ലേ? എനിക്ക് ഈ അനിയത്തിയുടെ യോഗ്യത ചേട്ടനോടൊന്ന് പറയണം. അയ്യോ, പെരുങ്കള്ളം. അബദ്ധം കാണിക്കാതെ പറയുന്നത് കേൾക്കും. നിങ്ങൾ ഇത്ര ക്രൂരനാണോ? ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് നേടുക? ഈ കൊച്ചു കുടുംബത്തെ തകർക്കരുതേ.
നീ അത്ര പതിവ്രതയൊന്നും ആകാതെ നിന്നെ രക്ഷിക്കാൻ ഒരു പോലീസുകാരൻ എത്തിയിട്ടുണ്ടെന്ന് കേട്ടു. എല്ലാം നിന്റെ ചേട്ടനോട് പറയണം. അയ്യോ, ഒന്നും പറയരുതേ, ഞാൻ യാചിക്കുന്നു, നിങ്ങൾ പോണം. ഇല്ല, എല്ലാം പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. നീ ഒരു വെറും പറയട്ടെ. നിങ്ങളത് പറഞ്ഞാൽ എന്റെ ചേട്ടൻ തന്നെ ആട്ടിപ്പായിക്കും. അത് സഹിക്കാം. പ്രകാശം കിട്ടിവരുന്ന ആ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കും. ഒരു വേള എന്നോട് തന്നെ അത് ആജ്ഞാപിച്ചേക്കും. ആ കണ്ണുകൾ എനിക്ക് എന്റെ ജീവനേക്കാൾ വലുതാണെന്ന് അറിഞ്ഞുകൂടെ? അവൻ നിന്നെ ആട്ടിപ്പായിക്കണം. ആ കണ്ണുകൾ വീണ്ടും കുത്തിപ്പൊട്ടിക്കണം. അത് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണണം. വെറുത്തിരുന്നെങ്കിൽ അവനെ തൊഴിച്ചു പുറത്താക്കാത്തതുണ്ട്. കണ്ടില്ലല്ലോടെ. ഏതായാലും അങ്ങോട്ട് തന്നെ പൊക്കളെ. ആ പോയതാരെന്ന് നോക്കൂ. ഇഷ്ടമില്ലാതെയാണ് വരുന്നതെങ്കിൽ അത് തടയണമെന്ന് എന്നോട് പറയാത്തതുണ്ട്. സത്യം പറയണം, ആരാണ് ചെയ്തത്? ഞാൻ തന്നെ. നീയോ? വേറെ ആരുമില്ലായിരുന്നു? ഇല്ല. എന്ത്? നീ തനിച്ച്? ഈ വീട്ടിൽ മറ്റാരുമില്ലേ? ഉണ്ട്, എന്റെ ചേട്ടൻ. അവൻ എവിടെ? അന്ധനാണ്. പാവം ഒന്നും അറിയാതെ കിടന്നുറങ്ങുകയാണ്. ബാബുവിടെ നിൽക്കൂ, ഞാൻ ചെന്ന് വാൻ അയക്കാം. അനിയത്തി, ഇതിനെങ്ങനെ ധൈര്യം വന്നു? ഞാനിതെങ്ങനെ വിശ്വസിക്കും? ഒന്നും എന്നോട് ചോദിക്കല്ലേ. ഞാൻ ചെയ്തു പോയി, 2 കണ്ണുകൾക്ക് വേണ്ടി. അതിൽ ഞാൻ പശ്ചാത്തപിക്കുന്നില്ല. അങ്ങനെ ഒരു വന്യമൃഗം നശിച്ചല്ലോ. ഈ വിവരം അങ്ങേ അറിയിക്കാൻ ഞാൻ ഓടി വന്നപ്പോഴാണ്. ഈശ്വര, എന്തെന്ത് പ്രതീക്ഷകളോടെയാണ് ഞാൻ. ഇതെങ്ങനെ സംഭവിച്ചു? എല്ലാം പറയൂ. രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ. ചേട്ടൻ ഉണർന്നു. ചെല്ലു, വാൻ ഇപ്പോ വരും.